ഹായ് ഹലോ, ട്രാവൽ ഡയറീസിലെ മറ്റൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ തായ്ലാൻഡ് യാത്ര നമുക്ക് എങ്ങനെ പ്ലാൻ ചെയ്യാമെന്ന് നോക്കാം. ഏതൊക്കെ തായ്ലാൻഡ് സ്ഥലങ്ങളാണ് മസ്റ്റ് വിസിറ്റ് പ്ലേസുകൾ ഉള്ളത് എന്നൊക്കെ നമുക്ക് ഈ വീഡിയോയിലൂടെ നോക്കാം. ബാങ്കോക്ക്, പട്ടായ എന്നീ സ്ഥലങ്ങളിലേക്ക് 3 ഡേയ്സ് ട്രിപ്പ് നമുക്ക് പ്ലാൻ ചെയ്യാം. ബാങ്കോക്ക് എയർപോർട്ടിൽ ലാൻഡ് ചെയ്തതിനു ശേഷം അവിടെ തന്നെ ഒരു അക്കോമഡേഷൻ എടുക്കുന്നതാണ് നല്ലത്. അവിടെ നിന്നുകൊണ്ട് ബാങ്കോക്കിലെ മെയിൻ സ്ഥലങ്ങൾ നമുക്ക് സന്ദർശിക്കാവുന്നതാണ്. ഗ്രാൻഡ് പാലസ് ആണ് ആദ്യത്തെ സ്ഥലം. ഗ്രാൻഡ് പാലസ് ബാങ്കോക്കിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു ബിൽഡിംഗ് ആണ്. നമുക്ക് അവിടെ നിന്ന് തന്നെ യാത്ര തുടങ്ങാം. ഗ്രാൻഡ് പാലസ് തായ്ലൻഡ് രാജാവിന്റെ ഒഫീഷ്യൽ റെസിഡൻസി ആയിരുന്നു. ഇപ്പോഴും ഒഫീഷ്യൽ ഇവന്റും റോയൽ സെറിമണീസും നടക്കുന്നത് ഇവിടെ തന്നെയാണ്. ഇതൊക്കെ നടക്കുന്നതെങ്കിലും ടൂറിസത്തിന് ഈ സ്ഥലം ഫേമസ് ആണ്. ഒഫീഷ്യൽ കണക്ക് പ്രകാരം എല്ലാ വർഷവും അറൌണ്ട് 8 മില്യൺ പീപ്പിൾ ഇവിടെ സന്ദർശിക്കുന്നുണ്ടെന്നാണ് കണക്ക്. ഒരു കോംപ്ലക്സ് സ്ട്രക്ചറാണ് ഈ പാലസിന്. വ്യത്യസ്തമായ ഒരു ബിൽഡിംഗ് സ്ട്രക്ചർ ഓപ്റ്റ് ചെയ്യുന്നവരെ ഇതൊരിക്കലും നിരാശപ്പെടുത്തുകയില്ല. സുവർണഭൂമി എയർപോർട്ടിൽ നിന്ന് ഏതാണ്ട് 40 കിലോമീറ്റർ ദൂരെയാണ് ഗ്രാൻഡ് പാലസ്. നിരവധി ബിൽഡിങ്ങുകളുടെ കോമ്പിനേഷനാണ് ഈ ഗ്രാൻഡ് പാലസ്. ഇനി ഗ്രാൻഡ് പാലസ് എന്ന അടുത്ത് കിടക്കുന്ന, അതായത് ഏകദേശം ഒരു 1.5 കിലോമീറ്റർ അകലെയാണ് വാട്ട് ഫോ. ഒരു ബുദ്ധ പ്രതിമയാണ് ഇവിടുത്തെ മെയിൻ. ഈ പ്രതിമ സ്വർണത്തിലാണ് പണി കഴിപ്പിച്ചിരിക്കുന്നത്. ഏകദേശം 46 മീറ്റർ ലെങ്ത് ഉണ്ടാവും ഈ ബുദ്ധ പ്രതിമയ്ക്ക്. തല മുതൽ കാല് വരെ നടന്നു കാണേണ്ട ഇവിടെ 1 മണിക്കൂർ സ്പെൻഡ് ചെയ്യാവുന്നതാണ്. ഗ്രാൻഡ് പാലസിൽ നിന്ന് ഏകദേശം 1 കിലോമീറ്റർ മാത്രമുള്ള ഒരു വിസ്മയം ആണ് വാട്ടറൻ. ഗ്രാൻഡ് പാലസിൽ നിന്നും ചോപ്രായ എന്ന റിവർ കടന്ന് വേണം വാട്ടറിനിലെത്താൻ. റോഡ് വഴി പോകുന്നതിലും എളുപ്പം ബോട്ട് ചൂസ് ചെയ്യുന്നതാണ്. വാട്ടറൻ ഒരു ബുദ്ധ ക്ഷേത്രമാണ്. ബുദ്ധക്ഷേത്രമാണെങ്കിലും ഹിന്ദു വിശ്വാസത്തിന് അടിത്തറയിലാണ് ഈ ക്ഷേത്രം. വാസ്തുവിദ്യയുടെ വൈഭവം വിളിച്ചോതുന്ന ഈ ക്ഷേത്ര ദർശനം ബാങ്കോക്ക് ലിസ്റ്റിൽ ഉൾപ്പെടുത്തിയില്ലെങ്കിൽ വളരെ നഷ്ടമായിരിക്കും. വൈകുന്നേരം ആകുമ്പോഴേക്കും ചോപ്രയിൽ ഒരു ക്രൂയിസ് ബുക്ക് ചെയ്യുന്നത് നല്ലതാണ്. ഡിന്നർ കഴിച്ച് ബാങ്കോക്കിലെ അത്ഭുതങ്ങൾ കണ്ട് പുഴയിലൂടെ യാത്ര വളരെ രസകരമാണ്. വാട്ടറും ഗ്രാൻഡ് പാലസ് എന്നിവയുടെ നദിയിൽ നിന്നുള്ള കാഴ്ച ഒരു വേറിട്ട അനുഭവം തന്നെയായിരിക്കും. നൈറ്റ് ലൈഫിന് എന്ന് ഫേമസ് ആണ് ബാങ്കോക്ക്. ബാങ്കോക്കിലെ നൈറ്റ് ലൈഫിൽ എനിക്ക് ഏറ്റവും പ്രിയപ്പെട്ടത് ഗോസാൻ റോഡാണ്. രാത്രി പകലാക്കുന്ന അവിടുത്തെ കാഴ്ച അത്ഭുതമാണ്. ഇനി മറ്റൊരു അത്ഭുതമാണ് ആൻഷ്യൻ സിറ്റി. സുവർണഭൂമി എയർപോർട്ടിൽ നിന്നും 40 കിലോമീറ്റർ അകലെ ഉള്ള ഈ വിസ്മയം ബാങ്കോക്ക് യാത്രയിൽ ഒരിക്കലും മിസ്സാക്കരുത്. ലോകത്തിൽ തന്നെ ഏറ്റവും വലിയ ഓപ്പൺ ഔട്ട്ഡോർ മ്യൂസിയം സ്ഥിതി ചെയ്യുന്ന ആൻഷ്യൻ സിറ്റിയെ കുറിച്ചാണ് പറയുന്നത്. 700-300 ഏക്കറോളം നീണ്ടു നിൽക്കുന്ന ഈ പറയുന്ന ഈ മ്യൂസിയത്തിൽ ഒരുപാട് റീജിയനായിട്ടാണ് ഡിവൈഡ് ചെയ്തിരിക്കുന്നത്. ഒരുപാട് കാഴ്ചകളുണ്ട്. അതിൻ്റെ ഒരു ബുദ്ധശൈലിയിലുള്ള അമ്പലങ്ങൾ, ചുറ്റോട് ചുറ്റ് നദികൾ പോലെയുള്ള വാസ്തുരീതികൾ, ഇതൊക്കെ അതിമനോഹരമാണ് ഈ ആൻഷ്യൻ സിറ്റിയിൽ. അപ്പം ഇതിലൂടെ പാസ് ചെയ്യുമ്പോൾ ആൻഷ്യൻ സിറ്റിയിൽ കയറുക, ആൻഷ്യൻ സിറ്റിയിലെ അതിലൂടെ ഒന്ന് നടക്കുക എന്ന് പറയുന്നത് വളരെ മനോഹരമായ ഒരു കാര്യമായിരിക്കും. ഇത് കൂടാതെ തന്നെ ബാങ്കോക്കിലെ ട്രെയിൻ മാർക്കറ്റ്, സഫാരി വേൾഡ്, ഇത് രണ്ടും നിങ്ങൾക്ക് യാത്രയിൽ ഉൾപ്പെടുത്താവുന്ന സ്ഥലങ്ങളാണ്. ഇനി നമുക്ക് പട്ടായയിലേക്ക് യാത്ര തിരിക്കാം. ട്രെയിൻ, ബസ് ഓർ ഫ്ലൈറ്റ് ഏത് വഴി നമുക്ക് പട്ടായയിലെത്താം. ട്രെയിൻ ഓർ ബസ് ആണെങ്കിൽ 3 മണിക്കൂർ യാത്രയാണെങ്കിലും ഫ്ലൈറ്റ് പെട്ടെന്ന് എത്തുകയും ചെയ്യും.
ഏഷ്യയിലെ തായ്ലൻഡിൽ കടൽത്തീരത്ത് സ്ഥിതി ചെയ്യുന്ന സാങ്ച്വറി ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത് ഒരു നാടൻ വാസ്തുവിദ്യയും സാംസ്കാരിക കൗതുകവും ചേർന്ന ഒരു അത്ഭുതമാണ്. സാങ്ച്വറി ഓഫ് ട്രൂത്തിന്റെ അകത്ത് മഹാനമായ ശില്പങ്ങൾ നമുക്ക് കാണാം. ദേവന്മാരുടെയും പൗരാണിക കഥാപാത്രങ്ങളുടെയും ഒക്കെ നിര തന്നെ അതിനകത്തുണ്ട്. ഈ ശില്പങ്ങള് യേശുയുടെ സംസ്കാരവും പൈതൃകവും ഒക്കെ അതിനെയൊക്കെ പ്രതിനിധീകരിക്കുകയാണ്. സാങ്ച്വറി ഓഫ് ട്രൂത്തിലെ മനോഹരമായ കാഴ്ചകളും കടൽ തീരത്തിനടുത്തുള്ളതുകൊണ്ട് കടൽക്കാറ്റും കടലിന്റെ ആസ്വാദനവും ഒക്കെ നമുക്ക് ലഭ്യമാകുന്ന ഒരു പ്രദേശമാണ് ഈ പറയുന്ന സാങ്ച്വറി ഓഫ് ട്രൂത്ത്. പട്ടായ നമുക്ക് ടൈഗർ പാർക്ക് വിസിറ്റ് ചെയ്യാം. ജീവനുള്ള കടുവകളുടെ കൂടെ ഫോട്ടോ എടുക്കുന്നതും അവയെ തലോടുന്നതും വ്യത്യസ്തമായ ഒരു എക്സ്പീരിയൻസ് ആയിരിക്കും. കടുവകളുടെ സൈസ് അനുസരിച്ചായിരിക്കും ടിക്കറ്റ് വരിക. ലാർജ്, മീഡിയം, സ്മോൾ അങ്ങനെ ഒരു രീതിയിൽ. പട്ടായ ബീച്ച് നമുക്ക് ഈവനിങ് ആഘോഷിക്കാം. പാരാഗ്ലൈഡിങ്, സ്പീഡ് ബോട്ട്, ബനാന ബോട്ട്, ജെറ്റ് സ്കി എല്ലാം തന്നെ ഇവിടെ അവൈലബിൾ ആണ്. ഇതിൽ അഡ്വഞ്ചർ ആഗ്രഹിക്കുന്ന ആളുകൾക്ക് ഇതൊരു നല്ലൊരു ചോയ്സ് ആയിരിക്കും. ഇനി രാത്രി നമുക്ക് പ്രസിദ്ധ പട്ടായ വോക്കിംഗ് സ്ട്രീറ്റിലേക്ക് പോകാം. പല കടകളും കേട്ടിട്ടുള്ള ആ സ്ട്രീറ്റ് നമുക്ക് കണ്ടു നടക്കാം. ഏതാണ്ട് 1 കിലോമീറ്റർ ദൂരമുള്ള ആ സ്ട്രീറ്റ് 8 മണി മുതലാണ് ആക്റ്റീവ് ആവുന്നത്. ഒരുപാട് വെറൈറ്റി ഉള്ള രാജ്യമാണ് തായ്ലൻഡ്. അവിടേക്ക് ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യുമ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് കരുതുന്നു. അടുത്ത വീഡിയോ കാണുന്നത് വരെ ബൈ ബൈ.